പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയിൽ നാം ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ വേദിയിലായിരിക്കുന്ന പാസ്റ്റേഴ്സ്, പ്രഭാത വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോട് ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇതിനു മുൻപ് ഇവിടെ വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണെങ്കിലും ദൈവദാസന്മാർ പലരും ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി ചില അരുളപ്പാടുകളൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെയാണ് സംസാരിക്കുവാൻ ദൈവം എനിക്കൊരു നിയോഗം തന്നത്. ഇതിൻ്റെ ടൈറ്റിൽ കാണുന്നു, ദാവീദിൻ്റെ ആസാബിൻ്റെ ഒരു സങ്കീർത്തനം. നമുക്കറിയാം ഈ ആസാബ് ആരാണ്? ദാവീദിൻ്റെ സംഗീതജ്ഞരിൽ പ്രധാനി, അതായത് മ്യൂസിക് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ഹല്ലേലൂയ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്നാൽ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആസാബ് ഒരു കാര്യം താൻ വസ്തുത നിശ്ചയമായും അറിയിക്കുകയാ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. എത്ര പേർക്ക് ആ നിശ്ചയമുണ്ട്? ഹല്ലേലൂയ. ഈ ഉറപ്പ്, ഈ വസ്തുത താൻ അംഗീകരിക്കുമ്പോൾ തന്നെ അടുത്ത വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, അവൻ തൻ്റെ കാലുകൾ ഏകദേശം ഓൾമോസ്റ്റ് അങ്ങ് ഇടറിപ്പോകുന്നത് പോലെ, തൻ്റെ വിശ്വാസത്തിന് ഇടർച്ച വരുന്നത് പോലെയുള്ള അനുഭവമാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ആസാബിൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൂതുകളും അരുളപ്പാടുകളുമാണ്. നമ്മളും പലപ്പോഴും ഇതുപോലെ ഇടറിപ്പോയിട്ടില്ലേ? ആമേൻ. ഇതെന്താ സംഭവിച്ചതെന്ന് ഇവിടെ കാണുന്നത് എന്താണ്? താൻ ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ താൻ തുനിഞ്ഞു. തൻ്റെ കണ്ണ് അങ്ങനെ സമൂഹത്തിലേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ താഴോട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം. ഓ ഹല്ലേലൂയ. അത് കണ്ടിട്ട് അവരോട് അസൂയ തോന്നുന്നു. അങ്ങനെ പല നിലയിൽ തന്നെ ആമേൻ ഒത്തിരി അലട്ടിയതായ പ്രശ്നങ്ങളാണ് താഴോട്ട് കാണുന്നത്. അവർ സുഖലോലുപരായി ജീവിക്കുകയാ. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ചിന്തയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ചെലവിടുന്നു, പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ ഇത് സംഭവിക്കുന്നത്? ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക ഈ സങ്കീർത്തനം. ചിലരൊക്കെ അതൊരു ചിന്ത ഒരു പക്ഷെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഉദിക്കാം. ഈ ആസാബിനെ പോലെ ഉദിച്ചു വരാൻ സാധ്യതയുണ്ട്. എന്താ എനിക്കിത്ര രോഗം, എനിക്കെന്താ ഇത്ര കടഭാരം, എനിക്കെന്താ ഇത്ര വേദന, എനിക്കെന്താ ഇത്ര നിന്ന, ഇതൊക്കെ ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇടറിപ്പോകാനുള്ള സാധ്യത മേഖലകൾ ആസാബിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അത് ഈ ആസാബ് ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട വളരെ സമയത്തിൻ്റെ പരിമിതിയാണ്. ദൈവദാസന്മാർ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഞാൻ കമ്പി വാചകത്തിൽ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 12 വരെ ആവലാദികളാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് അവർ അഹങ്കാരികളാണ്, അവരോട് അസൂയ തോന്നുന്നു, വേദന അവർക്ക് ഒട്ടുമില്ല, മർത്യരെ പോലെ അവർ കഷ്ടത്തിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വന്ന് 13-14 വാക്യങ്ങളിൽ കാണുന്നു, എന്നാൽ എൻ്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, വിശ്വസതോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഹല്ലേലൂയ. ഈ നിലയിൽ ആമേൻ മാന്യമായി ഭക്തിയോടെ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത് എന്ന് ആസാബ് ചിന്തിച്ച് ഇത്രയും പ്രാർത്ഥന ഉപവാസമൊക്കെ ചെയ്യുന്ന എനിക്കെന്താ ഇങ്ങനെയൊക്കെ? ഹല്ലേലൂയ. ആമേൻ. എന്നാൽ താൻ ഇതിന് പുറത്തു പറഞ്ഞില്ല. താൻ ഇതിന് ഉത്തരം കണ്ടെത്തുന്നത് 15-ാം വാക്യത്തിൽ വായിക്കുന്നു. ആ 15-ാം വാക്യം വായിച്ചേ. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ, ഇതാരാ പറഞ്ഞെന്നറിയാം? ആസാബ് ആരാന്നറിയാം? ലീഡർഷിപ്പ് ചെയ്യുന്ന വ്യക്തി, മ്യൂസിക്കിന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവന്, നേതൃത്വത്തിൽ നിൽക്കുന്നവൻ. തെറ്റിപ്പോയാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഓ, അദ്ദേഹം ഇത്രയും നാള് ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്ന വ്യക്തി ഇങ്ങനെ തളർന്നു പോയാൽ എനിക്കെന്താ തളർന്നാൽ എന്നുള്ള സ്വാഭാവികമായി ചിന്ത വരും. ഇങ്ങനെ ചിന്തിച്ച് താൻ
15-ാം വാക്യത്തിൽ കാണുകയാണ്, ആമേൻ, മറ്റുള്ള സഹോദരങ്ങളോടോ അവിശ്വാസികളായോ ഒന്നും പങ്കുവച്ചില്ലെന്നുള്ള കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. വരും തലമുറയോട് പോലും ഇത് പങ്കുവച്ചില്ല. പങ്കുവച്ചിരുന്നെങ്കിൽ തലമുറയെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ തന്നാൽ കഴിയുമായിരുന്നു. എന്നാൽ ഇതൊന്നും താൻ ചെയ്തില്ല. താൻ അത് ചിന്തിച്ചതേയുള്ളൂ. ചിന്തിച്ചതേയുള്ളൂ. ഞാൻ തന്നെ അത് മറച്ചു വെച്ചു എന്നാണ് താൻ അവിടെ പറയുന്നത്. മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ ഒരുപക്ഷെ ബലഹീന വിശ്വാസിയായിരിക്കാം. ആ ബലഹീന വിശ്വാസത്തിൽ നിന്നും താൻ എന്ത് ചെയ്യും? ആമേൻ, പുറകോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആമേൻ ഇത് പങ്കുവയ്ക്കുവാൻ കഴിയാതെ ആസാഫ് ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഹല്ലേലൂയ, അങ്ങനെ കൊണ്ടു നടക്കുകയാണ് കേട്ടോ. ആമേൻ, 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒടുവിൽ വായിച്ചാട്ടെ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. എല്ലാത്തിനും മറുപടി സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പാദപീഠമാ. സ്വർഗീയ രാജാവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ അന്തം എന്താകുമെന്ന് തന്നെ ആമേൻ ദൈവം ഗ്രഹിപ്പിക്കുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. താൻ ഇന്നുവരെ മനസ്സിലാക്കിയ വിചാരങ്ങൾ പോലെയല്ല. ദുഷ്ടന്മാരുടെ നില അപകടകരമാണെന്ന് തനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞു. ഉയർന്ന മലക്കെട്ടിലൂടെ അല്ലെങ്കിൽ പർവ്വതങ്ങളിലൂടെ വഴിവഴിപ്പിലൂടെ യാത്ര ചെയ്ത് അത് പോകുന്നതായ ഒരു അനുഭവമാണ് അവരെ കാണുവാൻ കഴിയുന്നത്. ഒരു ദിവസം ആ തെന്നി താറ വീഴുമ്പോൾ നശിച്ചു പോകും, അതോടുകൂടി കഴിഞ്ഞു എന്ന് ദൈവാത്മാവ് തനിക്ക് ബോധ്യം വരുത്തി. എന്നാൽ ദൈവ പൈതല് ഹല്ലേലൂയ അത് ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആമേൻ 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 അവന് ഒരു കാര്യം മനസ്സിലായി. ആമേൻ, അവർ നാശത്തിൽ വീഴുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാ. താഴോട്ട് കാണുമ്പോൾ ആസാഫ് ചിന്തിച്ചു, ദുഷ്ടന്റെ സൗഖ്യം അസൂയപ്പെട്ടു, അതെല്ലാം ഞാൻ മടയത്തരമായെന്ന് എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞു. ആമേൻ, ഈ ചോദ്യം ചെയ്തത് ഞാൻ മൃഗീയമായി പോയല്ലോ, ദൈവത്തോടാണല്ലോ, എൻ്റെ വീണ്ടെടുപ്പുകാരനാണല്ലോ ഞാൻ ഈ ചോദ്യം ചെയ്തത് എന്ന് ഹൃദയത്തിൽ, അത് പുറത്തു പറഞ്ഞെങ്കിൽ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞത് എന്ന് തനിക്ക് ബോധ്യമായപ്പോൾ ദൈവസന്നിധിയിൽ അവനൊന്ന് മാനസാന്തരപ്പെടുവാനും ദൈവസന്നിധിയിൽ ഒന്ന് ആമേൻ ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് ആമേൻ ആ പാപത്തിൽ നിന്നെല്ലാം ആമേൻ വിടുതൽ പ്രാപിപ്പാനും ഒക്കെയാണ് അതിൻ്റെ ധ്വനിയാണ് ആ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരപ്പൻ മകനെ പിടിക്കുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ പിടിച്ചു നടത്തുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതാണ് ഹല്ലേലൂയ അതിൻ്റെ ആമേൻ അതിൻ്റെ 23, 24 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇതാണ് ഒരപ്പൻ മകനെ പിടിക്കുന്നത് പോലെ ദൈവം തന്റെ പൈതലിനെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവരിപ്പോൾ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പവുമില്ല. അവര് സന്തോഷത്തോടൊക്കെ പോകുന്നെന്ന് തോന്നുമെങ്കിലും ഒരു വീഴ്ച അത് വലിയ വീഴ്ചയായി മാറും. എന്നാൽ വീണാലും നിലം പരിചാകുകയില്ല. ഹല്ലേലൂയ. ഓ ആമേൻ. 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അവർ വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ആ സഹായിക്കുന്ന കരം എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ആമേൻ വീഴ്ത്തിക്കളയാൻ ശത്രു നോക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പോരാ, നിന്റെ തലമുറയെ ആ നിലയിൽ വീഴ്ത്തുവാൻ ആമേൻ അവസരം നോക്കിയിരുന്ന പൈശാചിക പോരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം നിന്നെ കരം പിടിച്ചുയർത്തിയത് ആ കരമാ, സ്വർഗീയ കരമാ. അവൻ വലം കൈ പിടിച്ചിട്ടുണ്ട്. അവന്റെ കരം ഇന്നും മാറിപ്പോയിട്ടില്ല. ആ സ്വർഗീയ കരമാണ് നമ്മെ ജയത്തോടെ നടത്തുന്നത്, നീക്കുപോക്ക് നൽകി തരുന്നത്, അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നത് ആ കരമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച 2-3 ചിന്തകളൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 27-ാം വാക്യം ആരംഭം മാത്രം വാക്കിയാട്ടെ. 27-ാം വാക്യം. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. മതി. അടുത്തത് 28-ാം വാക്യം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഈ 2 ചിന്തകളാണ്. അതിനോട് 3 ഒരു ചിന്തയോടെ ചേർത്ത് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ എന്ത് ചെയ്യും? നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, 2 കൂട്ടം ജനങ്ങളെ അവിടെ കാണുന്നു. അകന്നിരിക്കുന്നവർ, അടുത്തിരിക്കുന്നവർ. അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. അകന്നിരിക്കുന്തോറും വേറൊരാൾ അടുത്ത് വരുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. അവൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അടുത്തിരിക്കുന്നത് നല്ലത് എന്ന് ആസാഫ് വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? ഞാൻ ദൈവസന്നിധിയിൽ അടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതല. അടുത്തിരിക്കുന്നവരുടെ ലക്ഷണം എന്താണെന്നറിയാമോ? അവൻ നീതിയോടെ നിഷ്കളങ്കതയോടെ ഇരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. നോഹയുടെ വംശപാരമ്പര്യത്തെക്കുറിച്ച് ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടന്നവനുമാണെന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 300 വർഷം ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നത്.
അത് പരാജയമായില്ല. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. എന്നാൽ 65 വർഷം 365 വർഷമാണ് അവൻ്റെ ആയുസ്. എന്നാൽ 65 വർഷം ദൈവത്തോട് ചേർന്ന് നടന്നില്ല. ആ കാര്യങ്ങളൊന്നും പിന്നെ ആ കർത്താവിൻ്റെ ബുക്കിലില്ല. എന്നാൽ 300 വർഷം നടന്നത് അവൻ അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതാ നല്ലത്. ദൈവത്തിന് സ്തോത്രം. അകന്ന് നടക്കുന്നത് നാശമാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിശാച് നമ്മെ തകർത്ത് കളയും. അവൻ മുടിക്കുവാനും ആമേൻ ഹല്ലേലൂയ നശിപ്പിക്കുവാനാ കള്ളൻ വരുന്നത്. സമൃദ്ധിയായി ജീവൻ തരുന്ന ഒരുവനാ നിന്നെ പിടിച്ചിരിക്കുന്നെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ ആമേൻ പാപം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതിൻ്റെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനോട് ആമേൻ നാഗശിങ്കാന്തം എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പാപത്തെ കാണുമ്പോൾ അതിനെ ചങ്ങാത്തം കൂടാൻ ഇടയാകാതെ വണ്ണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സന്മനസ്, ഒരു ദിവ്യ സ്വഭാവത്തിന് ഉടമയാണോ നീ? ദൈവത്തിന്റെ കൂടെയാണ് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വല്ലപ്പോഴുമൊക്കെ കുഴപ്പമില്ല. പള്ളിയിൽ വരുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അല്പമൊക്കെ ഒന്ന് അകന്നു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെയല്ല. നീ ദൈവത്തോട് അകന്നിരിക്കുകയാ. ദൈവത്തോട് അടുത്തിരിക്കുന്നത് സാസവ് പറയുക എനിക്കേറെ നല്ലത് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാപത്തിൻ്റെതായ വശംവദരാകാതെ അതിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ നോഹയുടെ കാര്യവും പറഞ്ഞല്ലോ. ദൈവത്തോട് കൂടെ നടന്ന പാരമ്പര്യമാ നോഹയ്ക്കുള്ള ഉണ്ടായിരുന്നത്. അവൻ നീതിമാനായിരുന്നു. അവൻ ആമേൻ ഹല്ലേലൂയ നിഷ്കളങ്കനായിരുന്നു. അതാണ് ദൈവത്തിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? ആമേൻ പാപം ചെയ്യുവാൻ കഴിയാതെ വിശുദ്ധമതിയായ ആമേൻ ദൈവമക്കളായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ആസാബ്, നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഭാഗം എന്തുവാ അവിടെ? അത് എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കിലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പോരാ, നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. ആമേൻ. പാപം വരുമ്പോൾ അതിന് ചങ്ങാത്തം കൂടി കഴിഞ്ഞാൽ ദൈവം കൈപിടിക്കുകയില്ല. ദൈവത്തിന്റെ കരമെന്ന് പറഞ്ഞ വിശുദ്ധ കരമാ. അതിനൊരു ഉദാഹരണമാണ് ജോസഫ്. ഞാൻ പറയുന്നില്ല, ജോസഫ് ദൈവം തന്റെ ദാസനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ അതിന്റെ ഈ 73-ാം സങ്കീർത്തനത്തിൽ 13-ാം വാക്യത്തിൽ ആമേൻ അവിടെ കാണുന്നുണ്ടല്ലോ. എന്താ 13-ാം വാക്യം കൂടെ വായിച്ചേ? എന്നാൽ ഞാൻ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. എന്ന് താൻ അന്ന് ചിന്തിച്ചെങ്കിൽ ഇന്ന് തനിക്ക് മനസ്സിലായി. ആമേ, ഈ ലോക മനുഷ്യനെ പോലെയല്ല, അത് വ്യർത്ഥമല്ല. ഈ ഘട്ടങ്ങളിൽ എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ മന്ദിരത്തിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ആ വസ്തുത എനിക്ക് മനസ്സിലായെങ്കിൽ അവൻ എന്നെ കൈപിടിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആ 13-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകി. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രമാണത്തിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, കുറ്റമില്ലായ്മയിൽ മുന്നേറണം. കുറ്റമില്ലായ്മയിൽ മുന്നേറുന്ന ഒരു വ്യക്തിത്വത്തെ എൻ്റെ ദൈവം കൈവിടുകയില്ല. ഹല്ലേലൂയ. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ടെന്ന് വായിച്ചേ. ഹോശിയ 12:6. നീ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊള്ളുക. ദൈവത്തിന്റെ അടുക്കിലേക്ക് അവിടെയും പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം? മടങ്ങി വരിക. ഹോശിയ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. അടുത്ത ഭാഗത്ത് കാണുന്നു, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന വ്യക്തിയുടെ 3-ാമത്തെ പ്രത്യേകത, ദൈവത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലുണ്ട്. ആമേ, യഹോവയെ കാത്തിരിക്കുന്നവരെന്തുവാ? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യും? ആമേൻ. ശക്തിയെ പുതുക്കുവാൻ കഴിയും. ഈ ലോക ജീവിതത്തിൽ ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്നതാണ് ശക്തി. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഈ 40-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്ത്
കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിലവിളി കേൾക്കണമോ? കാത്തിരിക്കണം. ദൈവസന്നിധി കാത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ നിലവിളി കേട്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കർത്താവ് നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ ചിന്ത, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒന്നാമത്തെ ചിന്ത, ദൈവത്തോട് ചേർന്നിരിക്കണം. ആമേൻ. ദൈവത്തോട് അകന്നിരിക്കരുത്. അകന്നിരുന്നു കഴിഞ്ഞാൽ നാശം സംഭവിക്കും. ദൈവത്തോട് ചേർന്നിരുന്നാൽ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ ദൂത്, അരുളപ്പാട് ഇന്ന് പകൽക്കാലം ആമേൻ ആമേൻ ഒരു പുകമുറയും കൂടാതെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവസന്നിധിയിൽ വന്നു ചേർന്ന് ദൈവത്തെ കാത്തിരുന്ന് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നവൻ കൂടിയാണ്. ആമേ. അതിന്റെ ഭാഗങ്ങളൊക്കെ വേദവചനത്തിൽ ഒരുപാട് ഭാഗത്തുണ്ട്. എന്നാൽ ദൈവപുരുഷനായ മോശ, ആമേ, മിദ്യാനിലെ പുരോഹിതന് തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഹോരേബോളം ഹോരേബിൽ ഒരു കത്തുന്ന മുൾപ്പടർപ്പിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് കത്താതെ ഇങ്ങനെ കത്തി നിൽക്കുന്നുവെങ്കിലും ഇങ്ങനെ പടരാതെ ഇങ്ങനെ നിൽക്കുന്നതായ അനുഭവം തന്നെ വളരെ വിസ്മയം ഉളവാക്കി. അങ്ങനെ കർത്താവിനോട് ഇടപെടുന്ന സാഹചര്യമുണ്ട്. അതിന്റെ താഴോട്ടൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, എൻ്റെ ജനത്തെ നടത്തുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരിക. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആശ്വാസത്തിന്റെ ഉറവിടം ഉയരം മാത്രമാ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.